കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിൻ്റെ സാധ്യതകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പണ്ടൊക്കെ ഈ കെ സി വേണുഗോപാലിന് കേരളത്തിൽ വലിയ അനുഭാവി വൃന്ദമോ ആരാധക വൃന്ദമോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും കെ സി ബ്രിഗേഡുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കെ സി വേണുഗോപാലായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യം മിക്കവാറും എല്ലാ കോൺഗ്രസ്സുകാർക്കും ബോധ്യമായി. ഈ പച്ചപ്പാവത്തെ പോലെ നടന്നിരുന്ന നമ്മുടെ അങ്കമാലി എം.എൽ.എ. റോജി എം ജോൺ വരെ ഇപ്പോൾ കെ സി ബ്രിഗേഡിൻ്റെ ഒരു ബ്രിഗേഡിയറോ അല്ലെങ്കിൽ ലഫ്റ്റനൻറ്റ് കേണലോ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. മറ്റുള്ള ആളുകളുടെ ആരും പറയേണ്ടതില്ല. ഇവിടെ ഫീൽഡ് മാർഷൽമാർ വരെ ഉണ്ടായി വന്നിട്ടുണ്ട്. കാരണം കെ സി വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മന്ത്രിസ്ഥാനമോ സ്പീക്കർ പദവിയോ അതുമല്ലെങ്കിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനമോ മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പർ സ്ഥാനം അതുമല്ലെങ്കിൽ ഈ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനമോ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഈ കെ സിയുടെ ആരാധകരായി മാറാനായിട്ട് നമ്മുടെ നാട്ടിലെ സാധാരണ കോൺഗ്രസ്സുകാർ വരെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എ ഗ്രൂപ്പിൻ്റെ ഐ ഗ്രൂപ്പിൻ്റെയൊക്കെ കാര്യം വളരെ കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇപ്പോൾ വി ഡി സതീശനോ രമേശ് ചെന്നിത്തല വഴിയിൽ വെച്ച് കണ്ടാൽ വിഷ് ചെയ്യുന്ന കോൺഗ്രസ്സുകാർ പോലും വല്ലാതെ കുറഞ്ഞു. വല്ല അൻവർ സാദത്തോ അതല്ലെങ്കിൽ ടി ജെ വിനോദോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. മാത്യു കുഴൽനാടനും റോജി എം ജോണൊക്കെ ജീവിക്കാൻ പഠിച്ചവരാണ്. അവരൊക്കെ കെ സിയുടെ ഇടം കൈയും വലം കൈയുമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു പരിതസ്ഥിതിയിൽ ഞാൻ പറയാൻ വന്നത് കോൺഗ്രസ്സുകാരെ കുറിച്ചല്ല. കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമോ, കിട്ടിയാൽ ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. നമ്മളെപ്പോലുള്ളവർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ കഥയില്ല. ഞാൻ പറയാൻ വന്നത് ഇദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രതീക്ഷയോടുകൂടി പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ സി പി എംകാരാണ്. സി പി എംകാർ പ്രത്യേകിച്ചും എൽ ഡി എഫുകാർ പൊതുവെയും കെ സിയുടെ ഈ രംഗപ്രവേശത്തെ വലിയ പ്രതീക്ഷയോട്ടാണ് കാത്തിരിക്കുന്നത്. കെ സി വന്നാൽ കാര്യങ്ങൾ ഈസിയാവും എന്നാണ് അവർ പറയുന്നത്. കാരണം 10 കൊല്ലത്തെ ഭരണം കൊണ്ട് പിണറായി സഖാവ് ജനങ്ങളെ പരമാവധി വെറുപ്പിച്ചു. ഇടതുപക്ഷക്കാർ തന്നെയാണ് വോട്ട് കൈപ്പറ്റിക്ക് മാറ്റിച്ചത്. അവരുടെ വോട്ട് കൊണ്ടാണ് ഇത്തവണ കോൺഗ്രസും സഖ്യകക്ഷികളും അധികാരത്തിൽ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഭരണത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാവും, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ടാവും, സി പി ജോൺ ഉണ്ടാവും, പിന്നെ RSP വരട്ടും. എന്നാലും നടുനായകത്വം വഹിക്കാനായിട്ട് സതീശനോ ചെന്നിത്തലയോ ഇല്ലാത്തത് തീർച്ചയായിട്ടും സി പി എംകാർക്ക് സഖാക്കൾക്ക് പൊതുവെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിലുപരി കെ സി വേണുഗോപാലാണ് കേരള മുഖ്യമന്ത്രി ആകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിൽ പരം സന്തോഷകരമായ വേറൊരു കാര്യമില്ല. 10 കൊല്ലം കൊണ്ട് പിണറായിയും മരുമോനും ഉണ്ടാക്കി വെച്ച ദുഷ്പേര് മുഴുവനും കെ സി വേണുഗോപാൽ ഒറ്റക്കൊരാൾ കേവലം 3 മാസം കൊണ്ട്, ഏറിയ 6 മാസം കൊണ്ട് തുടച്ചു നീക്കും എന്ന് മാത്രമല്ല, പിണറായി വിജയൻ എത്ര മഹാനായിരുന്നു എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് ഇവിടെ രൂപം കൊള്ളിച്ച്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള സുവർണ അവസരം എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ വലിയ അവസരമാണ്, അതിനേക്കാൾ വലിയ സൗഭാഗ്യമാണ് പാർട്ടിയെ തേടി വരുന്നത്. അപ്പോൾ പിണറായി വിജയനും മരുമോനും ചെയ്ത എല്ലാ കൊളരായ്മകളും ആളുകളും മറക്കും. പി കെ ശശിയെ മറക്കും. ഈ ഊരാളുങ്കൽ സൊസൈറ്റിയെ പോലും ജനങ്ങൾ മറക്കുന്ന മാത്രമല്ല അവരെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങും. അതൊക്കെ എത്ര നല്ല കാര്യങ്ങളായിരുന്നു എന്ന് പറയാൻ തുടങ്ങും. എന്തിന് ഡബിൾ റഹീമിൻ്റെ ഇംഗ്ലീഷ് വരെ ആളുകൾ മാപ്പ് കൊടുക്കാൻ തയ്യാറും. അപ്പോൾ അങ്ങനെ ഒരു പരിസ്ഥിതിയിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ചെന്നിത്തല മുഖ്യമന്ത്രി ആവരുത്, സതീശൻ മുഖ്യമന്ത്രി ആവരുത്, അവിടെ വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരണം. പക്ഷേ ഇത് പറയുമ്പോൾ ഈ കെ സിയുടെ ദേഹവിയോഗത്താൽ സങ്കടപ്പെടുന്നൊരു കൂട്ടരുണ്ട്. അത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതുപോലെ BJPയുടെ ഹൈക്കമാൻഡുമാണ്. അവർ ഇത്ര നാളും കഴിഞ്ഞുകൂടിയിരുന്നത് രാഹുൽ ഗാന്ധിയെ കൊണ്ടും ഈ രാഹുൽജിക്ക് സമയാസമയങ്ങളിൽ വേണ്ട ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന കെ സി വേണുഗോപാലിനെ കൊണ്ടുമാണ്. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഡൽഹിയിലെ നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ കെ സി വേണുഗോപാലിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പൂമാല ചാർത്തിയ ഓരോ ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നത് കൈയും മുഖം കഴുകിയതിന് ശേഷം ഒരു ചന്ദനത്തിരി ഈ 2 പടത്തിൻ്റെ മുമ്പിൽ കത്തിക്കും. പണ്ട് നമ്മുടെ സംഗീത സംവിധായകൻ അർജുന മാഷ് 2 ചന്ദനത്തിരി കത്തിച്ചിട്ടാണ് ഏത് പാട്ടും ട്യൂൺ ചെയ്യുക. ആദ്യത്തെ ചന്ദനത്തിരി ഗണപതി ഭഗവാനും രണ്ടാമത്തെ മുരുകനും. ഇവിടെ അതുപോലെ തന്നെയാണ്. ആദ്യത്തെ തിരി രാഹുൽ ഗാന്ധിയുടെ പടത്തിന് മുമ്പിൽ കത്തിക്കും, രണ്ടാമത്തെ കെ സിയുടെ പടത്തിന് മുമ്പിൽ കത്തിക്കും. എന്നിട്ട് കൈ കൂപ്പി പ്രാർത്ഥിക്കും, ഇവർക്ക് 2 പേർക്കും നല്ലത് വരുത്തണേ, ഇവർക്ക് നല്ല ബുദ്ധി തോന്നണേ. അത് ആ പ്രാർത്ഥന കൊണ്ടാണ് മോഡിയുടെ ഓരോ ദിവസം ആരംഭിക്കുന്നത്.
അതുപോലെ തന്നെയാണ് അമിത്ഷായുടെയും കാര്യം. ഈ രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ മോഡിക്കും അമിത്ഷായ്ക്കും അതുപോലെ BJP ലീഡർഷിപ്പിനും സമാധാനമായിട്ട് രാജ്യം ഭരിക്കാൻ പറ്റുള്ളൂ. ഇവർ ഓരോ പുതിയ പുതിയ വിക്രസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ NDA സർക്കാരിൻ്റെ ജനപ്രീതിക്ക് യാതൊരു കുറവ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭരണം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2026 ആണ്ടിലും 27 ആണ്ടിലും വരുന്ന വർഷങ്ങളിലൊക്കെ ഈ രണ്ടുപേരോടും ഉണ്ടാകും. അത് രാഹുൽജി മാത്രം പോരെ നിങ്ങൾ ചോദിക്കും. അത് പോരാ. രാഹുൽജിക്ക് സമയാസമയത്ത് ഉപദേശം കൊടുക്കാനും അദ്ദേഹത്തെ കുഴിയിൽ ചാടിക്കാനും KC വേണുഗോപാലിൻ്റെ സേവനം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഡൽഹിയിൽ അനിവാര്യമാണ്. KC ഇല്ലാത്ത രാഹുൽ എന്ന് പറഞ്ഞാൽ കവച കുണ്ടലങ്ങൾ നഷ്ടപ്പെട്ട കർണൻ്റെ പോലെയാണ്. അങ്ങനെ ഒരു രാഹുലിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ രാഹുൽജിയായിട്ട് നിലനിർത്തുന്നത് KCജിയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് പോന്നാൽ BJPക്ക് വലിയ തിരിച്ചടി പോകും. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പിന്നെ സുഖമായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് അവിടെ വലിയ ആവലാതിയും വ്യവലാതിയുമാണ്. അയ്യോ KC പോകല്ലേ എന്നാണ് ഡൽഹിയിലെ ഓരോ BJPക്കാരനും വിലപിക്കുന്നത്. അത് നമ്മുടെ ചിന്താവിഷയായ ശ്യാമളയെ പോലെയല്ല, ആത്മാർത്ഥമായിട്ടുള്ള വിലാപമാണ്. അപ്പോൾ ഇങ്ങനൊരു വിലാപം അവിടെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് AKG സെൻട്രൽ ഈ ഗോവിന്ദൻ മാഷിൻ്റെയും P രാജീവിൻ്റെയും ബാലഗോപാലിൻ്റെയൊക്കെ മനസ്സിൽ ലഡു ഇങ്ങനെ ഠം 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 എന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ KC വരുന്നു. നമ്മൾ 10 കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ചതൊക്കെ ഇപ്പോൾ ആളുകൾ മറക്കും. നമ്മളെയൊക്കെ ദൈവപുത്രന്മാരായിട്ട് മാലാഖമാരായിട്ട് കേരളത്തിലെ 3.5 കോടി ആളുകൾ സ്വീകരിക്കും. KC വേഗം വരൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ് അവരുടെ പ്രാർത്ഥന. ഇതാണ് ലോകം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വൺ മാൻസ് റെയിൻ ഈസ് അനദേഴ്സ് സൺഷൈൻ എന്ന്. ഇവിടെ റെയിൻ BJPക്കാർക്കും സൺഷൈൻ CPMകാർക്കുമാണ്. കലികാലം എന്നല്ലാതെ എന്ത് പറയാനാണ്.